ക്വസ്റ്റ്യൻ കൊണ്ട് 12 മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ്. അപ്പൊ നോക്കിക്കോ, ഹൃദയത്തിൽ ഹാർട്ടിന്റെ സ്ട്രക്ചർ തന്നിട്ട് 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദ്യങ്ങൾ വരും. അപ്പൊ ഇതിന്റെ ഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. നമുക്കറിയാം ഹൃദയത്തിന് 4 ചാമ്പേഴ്സ് ആണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതുപോലെ തന്നെ നമ്മൾ പറയും വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. വലത് ഏട്രിയത്തെയും വലത് വെൻട്രിക്കിളിനെയും ഇടയിൽ കാണുന്ന വാൾവാണ് എന്ത്, ട്രൈകസ്മിഡ് വാൾവ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇടയിൽ കാണുന്നതാണ് ബൈകസ്മിഡ് വാൾവ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെനിക്കാവാസ് ആണ്. സുപ്പീരിയർ വെനിക്കാവയും ഇൻഫീരിയർ വെനിക്കാവയുമാണ് ബോഡി പാർട്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡുമായിട്ട് ഹാർട്ടിലേക്ക് വരുന്നത്. അവിടെ നിന്ന് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കയറുന്നു, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഈ കാണുന്ന പൾമനറി ആർട്ടറി വഴി, പൾമനറി ശ്വാസകോശ ധമനി വഴി നേരെ ലങ്സിലേക്ക് പോകുന്നു. ലങ്സിലേക്ക് പോയി കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്ത് ഓക്സിജനെ സ്വീകരിച്ച്, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ്, ഓക്സിജനെ സ്വീകരിച്ച് വരുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു, തിരിച്ച് നമ്മുടെ പൾമനറി വെയിൻ വഴി, ശ്വാസകോശത്തിൽ നിന്ന് പൾമനറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു, അതായത് ഇടത് ഏട്രിയം. അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ, പിന്നീട് നമ്മുടെ മഹാധമനി, അയോട്ട വഴി എല്ലാ ഭാഗത്തേക്കും ബ്ലഡിനെ എത്തിക്കുകയാണ്. അങ്ങനെ എല്ലാ ശരീരഭാഗത്തേക്കും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എത്തുന്നു. അപ്പം 4 ചാമ്പേഴ്സിന്റെ 2 വാൾവുകൾ, അതുകൂടാതെ തന്നെ ഇവിടെ 2 സെമി ലൂണാർ വാൾവുകൾ കാണാം, അയോട്ടിക് വാൾവും പൾമനറി വാൾവും. അവരെ ബാക്ക് ഫ്ലോ, രക്തത്തിന്റെ തിരിച്ചുള്ള ഒഴുക്കിനെ തടയാനാണ് ഈ വാൾവുകൾ ഉള്ളത്. അപ്പം പോകുന്ന ഭാഗങ്ങളും തിരിച്ചു വരുന്ന ഭാഗങ്ങളും പഠിച്ചു വെക്കാം. ആട്ടിൽ തന്നെ 2 തരത്തിലാണ് സർക്കുലേഷൻ ഉള്ളത്, അതായത് ഡബിൾ സർക്കുലേഷൻ. പൾമിനറി സർക്കുലേഷൻ ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ട്. കാരണം ഒരു വട്ടം തന്നെ ബ്ലഡ് എന്ത് ചെയ്യുന്നു, അതായത് 2 തവണ നമ്മുടെ ഹൃദയത്തിലൂടെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡിഫറെന്റ് പാർട്സിൽ നിന്ന് ബോഡി എന്ത് ചെയ്യുന്നു, ബോഡി പാർട്സിൽ നിന്നുള്ള ബ്ലഡ് അല്ലെങ്കിൽ നേരെ നമ്മുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വെനേക്ക വഴി ഹാർട്ടിലെത്തുന്നു. അവിടുന്ന് ഓക്സിജനേറ്റഡ് ആവുന്നു. അത് ഓക്സിജനെ സ്വീകരിക്കാൻ വേണ്ടി പൾമനറി ആർട്ടറി വഴി ശ്വാസകോശത്തിൽ പോയി തിരിച്ച് പൾമനറി വെയിൻ വഴി ഹാർട്ടിലേക്ക് എത്താണ്. അപ്പൊ ഇതിന് നമുക്ക് 2 ഒരു റൊട്ടേഷൻ പറയാം. ഒന്നാമത്തേത് നോക്കാം, നമ്മുടെ ഈ പറയുന്ന ലങ്സിലേക്ക് പോകുന്നത് നമ്മുടെ ഹാർട്ടിലുള്ള റൈറ്റ് വെൻട്രിക്കിൾ, അതായത് വലത് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറി വഴി, ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് പോയി അവിടുന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പൾമിനറി വെയിൻ, ശ്വാസകോശ സിര വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നതിനെയാണ് പൾമിനറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമിനറി പര്യനം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇവിടുന്ന് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ അയോട്ട വഴി, മഹാധമനി വഴി എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് പോകുന്നു. അവിടെ നിന്ന് സുപ്പീരിയർ ഇൻഫീരിയർ വെനിക്ക വഴി കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് ഊർജ്ജ മഹാശൈല വഴി, വെനിക്കാവ വഴി എങ്ങോട്ടേക്ക് എത്തുന്നു, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ലങ്സുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പൾമിനറി സർക്കുലേഷൻ എന്നും, ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് പോകുന്നതുകൊണ്ട് അതിനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പം സർക്കുലേഷൻ സെറ്റ് ആയാലോ? 4 4 8 മാർക്ക് നമ്മൾ പഠിച്ചു. അടുത്തത് 3 മാർക്കിനും 4 മാർക്കിനും വരാൻ ചാൻസ് ഉള്ളതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതിന്റെ പാത്ത് വേ നിങ്ങൾ പഠിച്ചു വെക്കുക. മൗത്ത് വഴി ഭക്ഷണം കയറുന്നു, അവിടുന്ന് ഈസോഫാഗസ് വഴി, സ്റ്റൊമക്ക് വഴി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ ഏനസ് റെക്ടം വഴിയാണ് ഭക്ഷണത്തിൽ നിന്ന് വേസ്റ്റ് പോകുന്നത്. ഇവരെ സഹായിക്കുന്ന മറ്റു 2 ആൾക്കാരാണെന്ത്, ലിവറും അതുപോലെ പാങ്ക്രിയാസും. മൗത്തിൽ വെച്ചിട്ട് എന്തു ചെയ്യുന്നു, സലൈവറി അമിലീസ് എന്ന എൻസൈം വഴി ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് ഡൈജഷൻ നടക്കുന്നു. അത് മാത്രമല്ല അവിടെ സലൈവയുണ്ട്. സലൈവറി അമിലീസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻഡ്, ഉമനീർ ഗ്രന്ഥികളാണ്. അവിടെ എന്തുണ്ട്, മറ്റു പല എൻസൈമുകൾ കൂടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈസോഫാഗസിലെ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് പെരിസ്റ്റാൾസിസ് ആണ്. ആഹാരത്തെ കുഴമ്പ് പരുവത്തിലാക്കി അതിനെ ഈ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റൊമക്ക് ആമാശയത്തിലേക്ക് എത്തുന്നത്. ആമാശയത്തിൽ നമുക്ക് പെപ്സിനും ഉണ്ട്, ലിപ്പേസസും ഉണ്ട്. പെപ്സിൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, ലിപ്പേസ് ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ ഉണ്ട്, HCl ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, ജേംസിനെ, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. മാത്രമല്ല സ്റ്റൊമക്കിന്റെ വോളിനെ പ്രൊട്ടക്ട് ചെയ്ത മ്യൂക്കസ് ലെയർ, ശ്ലേഷ്മവും നിങ്ങൾക്ക് കാണാം. ഇനി ലിവർ എന്ന് പറയുന്നത് പിത്തരസം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബൈൽ എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തെ pH ക്രമീകരിക്കാനും അത് മാത്രമല്ല ഫാറ്റ് ഡൈജഷൻ, കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ലിവർ സഹായിക്കുന്നുണ്ട്. അതിന് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസ് ആണ് ബൈൽ ജ്യൂസ്. അത് സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. ഇനി ഇതേപോലെ തന്നെ പാങ്ക്രിയാസ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ 3 എൻസൈം കാണാം. പാങ്ക്രിയാറ്റിക് അമിലേസ് ഗ്ലൂക്കോസ് ഡൈജസ്റ്റ് ചെയ്യാൻ, ട്രിപ്സിൻ എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്നു, ലിപ്പേസുകൾ എന്ത് ചെയ്യുന്നു, കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാങ്ക്രിയാറ്റിക് ജ്യൂസും അതുപോലെ തന്നെ ബൈൽ ജ്യൂസും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. അവിടെ ബാക്കിയുള്ള ഡൈജഷൻ നടക്കുന്നു. കംപ്ലീറ്റ് ഡൈജഷൻ നടത്തുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസും അതുപോലെ തന്നെ
ഇതാണ് ബാക്കിയുള്ള ഗ്ലൂക്കോസിന്റെ ഡൈജഷനും പ്രോട്ടീന്റെ ഡൈജഷനും കംപ്ലീറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഇവിടെ തന്നെ വില്ലസുകൾ നമുക്ക് കാണാം മാക്സിമം അബ്സോർപ്ഷൻ നടത്തുന്നതാണ്. അതാണ് രക്തത്തിലേക്ക് പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നത്. ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നമ്മൾ കാണുക എന്താണ്, വാട്ടറും അതുപോലെ തന്നെ എന്താണ് സോളിഡിഫിക്കേഷനുമാണ്. ഇവിടെ തന്നെ കുറച്ച് ബാക്ടീരിയ, നല്ല ബാക്ടീരിയകളെ നിങ്ങൾക്ക് കാണാം. അവരെന്ത് ചെയ്യുന്നു, വിറ്റാമിൻ കെയും ബി കോംപ്ലക്സിനെയും എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വേസ്റ്റ് ആണ് ഇവിടെ എത്തുന്നത്. അതെന്ത് ചെയ്യുന്നു, റെക്ടം, ഏനസ് വഴി റെക്ടം വഴി പുറത്തോട്ട് കളയുന്നു. ഇതാണ് ഇൻറ്റെസ്റ്റൈനിൽ നിങ്ങൾ സെറ്റ് ആക്കി പഠിക്കാനുള്ളത്. നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഭാഗങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അടിപൊളിയായിട്ട് തന്നെ ഉഷാറായിട്ട് തന്നെ ഇനിയും നമ്മൾ കോൺസെപ്റ്റ് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ലൈവിന്റെ കാര്യം മറക്കണ്ട. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.